ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്നത്തെ വെസ്പർ സർവീസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശുശ്രൂഷയുടെ ആരംഭമായി 1242 പാട്ട് പാടാം. 1, 2, 4, 2. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്രനേവരും പ്രതികൂലമാകുമ്പോൾ പാലിലേറിടും പ്രയാസവേളയിൽ നിൻമുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ. പൊന്നുനാഥൻ കൃപ നൽകുമീ പൈതലിൻ, നിൻമുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ. പൊന്നുനാഥൻ കൃപ നൽകുമീ പൈതലിൻ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നിൻ മഹാസ്നേഹത്തെ, നാളെന്നും ഘോഷിക്കും തൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നിൻ മഹാസ്നേഹത്തെ, നാളെന്നും ഘോഷിക്കും തൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. അടുത്തതായി 1126 പാട്ട് പാടാം. 1, 1, 2, 6. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല, പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, മണവാളൻ വരും വനമേഘത്തിൽ. മയങ്ങാൻ ഇനിയും സമയമില്ല, പ്രിയന്റെ കൂടങ്ങ് മഹൽ ദിനത്തിൽ. മണവാട്ടിയായി നാം പറന്നു പോകാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ജാതികൾ ജാതിയോടെ എതിർത്തിടുമ്പോൾ, ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ, ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ, ജീവന്റെ നായകൻ വേഗം വന്നിടും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ശബദിൽ നമുക്കെല്ലാവർക്കും ദൈവത്തെ ആരാധിപ്പാൻ
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യ സുവിശേഷം കേൾപ്പാൻ ആർത്തിയോടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിക്കാൻ നൽകിയ ഈ അവസരത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കാൻ കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ പാസ്റ്റർ അജിത് ദേവദാസാണ്. പ്രിയ ദാസനെ നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ആഴമേറെ സത്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി ഇതിൻ്റെ മകനിൽ കൂടി വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആരാധനയുടെ തുടർച്ചയായി നമുക്കെല്ലാം സത്യപ്രതിഭ ഗാനങ്ങളിൽ 23-ാമത്തെ പാട്ട് ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ എന്നാരംഭിക്കുന്ന ഗാനം എല്ലാവർക്കും ചേർന്ന് പാടാം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്ക് ഖേദമൊട്ടും. ശത്രുഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. നീതിയിൻ സൽപാദങ്ങളിൽ നിത്യവും നടത്തിടുന്നു. നീതിയിൻ സൽപാദങ്ങളിൽ നിത്യവും നടത്തിടുന്നു. ശോഭയേറും സ്വപുരിയിൽ തീരമതിൽ ചേർത്തിടുന്നു. ശോഭിതപൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ശോഭിതപൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. വാനസേന ഗാനം പാടി വാണിടുന്നു സ്വർഗസിയോൻ. ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസം മോദിച്ചിടുന്നു. ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസം മോദിച്ചിടുന്നു. നമുക്കെല്ലാവർക്കും ഒന്നായി നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവ് ദൈവമേ, മഹത്വമേറിയ ഈ അവസരത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ അടിയങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി വഴി നടത്തി. അടിയങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കൂടിയിരുന്നു. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നെല്ലാം അടിയങ്ങളെ വിടുവിച്ചു. ജീവനുള്ള ദേശത്ത് അവിടുത്തെ സാക്ഷിയാക്കി ഇത്രത്തോളം അനുഗ്രഹത്തോടും മഹത്വത്തോടും നിലനിർത്തിയ കൃപയ്ക്കായി അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപിതാവേ, അവിടുത്തെ മക്കളെല്ലാവരും കൂടി വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അടിയങ്ങളെല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് അടിയങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അടിയങ്ങളെ ഇത്രത്തോളം നടത്തിയ യഹോവ ഇനിയും അടിയങ്ങളെ നടത്തും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ജീവിപ്പാനും
അടിയങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കുന്ന ദാസിനെ അടിയങ്ങൾ തിരുസനെ സമർപ്പിക്കുന്നു. ആവശ്യമായ കൃപകൾ ക്രൂശിൽ മറഞ്ഞുകൊണ്ട് അങ്ങേ സാക്ഷീകരിപ്പാൻ തക്കതിൻ്റെ മകനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടി നിന്നിരിക്കുന്ന ഓരോരുത്തരെയും തിരുവമ്പാകെ സമർപ്പിക്കുന്നു. ആത്മീയവും ഭൗമികമായ അനുഗ്രഹങ്ങളെ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ അധിവസിക്കുന്ന ആ ദേശത്ത് നല്ല സാക്ഷിയായിരുന്നുകൊണ്ട് അങ്ങയെ സാക്ഷീകരിച്ച കർത്താവെ, ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കലുഷിതമായ ലോകത്ത് പലവിധമായ രോഗങ്ങളാൽ ദുഃഖങ്ങളാൽ ജനങ്ങൾ ഭാരപ്പെടുമ്പോൾ കർത്താവെ, അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ ശക്തിയാൽ അടിയങ്ങളെ എല്ലാവരും കാസൂക്ഷിച്ച് പരിപാലിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവെ, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നൊക്കെയും അവർ മോചിതരാകുവാനും ജീവനുള്ള ദൈവത്തെ സാക്ഷീകരിപ്പാൻ തക്കണം ജനത്തെ ശക്തീകരിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷിക്കുന്ന സമയമൊക്കെ അടിയങ്ങൾ കൂടിയിരിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. കർത്താവിൻ്റെ വരുവോളം അടിയങ്ങൾ വിശ്വസ്തരായിപ്പാനും അവസാനമാണ് മേഘാടനെ വരുമ്പോൾ അങ്ങേ എതിരേക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അടിയങ്ങളെല്ലാവരും കാണപ്പെടുവാൻ സഹായിക്കണമെന്ന് അടിയങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തുയേശു മൂലം താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപകൾക്ക് മാറാകണമേ. ആമേൻ. ക്രിസ്തുയേശുവിൽ കൂടെ നമ്മെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവാകും ത്രിയേക ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ ശബദ ദിവസത്തിൻ്റെ ആത്മീകമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ദൈവം നമുക്കായി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ സന്ധ്യാരാധനയായി ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സന്ധ്യാരാധന നമുക്കേവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ, നന്മയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ മനോഹരമായ ആരാധന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ അല്പസമയം ദൈവത്തിൻ്റെ സന്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ പ്രിയപ്പെട്ടവരെ. സംഭവബഹുലമായ ഒരു ലോകത്തും സംഭവബഹുലമായ ഒരു സമയത്തിലുമാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ഓരോ നിമിഷം കഴിയും തോറും കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, കൂടുതൽ പ്രയാസത്തിലേക്ക്, കൂടുതൽ അനർത്ഥത്തിലേക്ക്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഈ ലോകവും ലോകത്തിലെ മനുഷ്യരും വീണുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ ഏറെയായി ഈ ലോകത്തെയും ലോകത്തുള്ളതായ മനുഷ്യരെയും ദുഃഖത്തിലേക്കും മരണത്തിലേക്കും നിരാശയിലേക്കും അസമാധാനത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും വലിയ പ്രശ്നത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന, തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരി അതിവേഗതയോടും അതിശക്തിയോടും കൂടെ ഇന്നും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ നിൽക്കണം സാധിക്കുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്നതായ ഈ സംഭവങ്ങളൊക്കെയും നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം തിരിച്ചറിയേണ്ടതായ, നാം മനസ്സിലാക്കേണ്ടതായ രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകൾ ഉണ്ട്, രണ്ട് പ്രധാനപ്പെട്ട സത്യങ്ങൾ ഉണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക, നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക. അപ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗൃഹകാര്യങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമത്തിലാക്കേണ്ടതായ ഒരു സമയത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. പക്ഷേ ഇതെല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ
ഇന്ന് കാലത്തെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കോണം, നമ്മുടെ ഗൃഹകാര്യങ്ങളെ ക്രമീകരിക്കുവാൻ തക്കോണം നാം തയ്യാറായിട്ടുണ്ടോ, നാം തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മെ തന്നെ വിലയിരുത്തേണ്ടതായ ഒരു വിഷയമാണ് ഇത് എന്ന് ഞാൻ പറയാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധന നിമിഷങ്ങളിൽ അല്പസമയത്തെ വേദഭാഗ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആധാരവാക്യം 32 സങ്കീർത്തനം അതിൻ്റെ 1-2 കീർത്തനങ്ങളാണ്. 32 സങ്കീർത്തനം അതിൻ്റെ 1-2 കീർത്തനങ്ങൾ. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനും വിശുദ്ധ ശബദിൻ്റെ കർത്താവായിരിക്കുന്നവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പരിശുദ്ധ ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം ഞങ്ങൾക്കായി അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു വേർതിരിച്ചു തന്ന വിശുദ്ധ ദിവസത്തിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ സന്ധ്യാരാധനയായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കാവുന്ന കോണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധന നിമിഷങ്ങളിൽ അല്പസമയം അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ താഴ്ന്നിരുന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളിൽ നിന്നും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ തക്കോണം അടിയങ്ങളിതാ കൂടി വന്നിരിക്കുന്നു. ദൈവമേ, അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളുടെ മധ്യയിൽ ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഗൃഹകാര്യങ്ങളെ ക്രമത്തിലാക്കുവാൻ തക്കോണം അനുയോജ്യമായിട്ടുള്ളൊരു സന്ദേശം അങ്ങയുടെ വചനത്തിൽ കൂടെ ഇന്ന് സന്ധ്യാസമയത്ത് അവിടെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നതായ ആ വചനം അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസമായി പരിണമിക്കുവാൻ, ആ വചനങ്ങൾക്കൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, വീണ്ടും വരുന്ന വേഗത്തിൽ വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം അതൊരു മുഖാന്തരമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനം അങ്ങയുടേതാകുന്നു. വചനം നൽകുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അടിയൻ അങ്ങയുടേതാകുന്നു. വചനം കേൾക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരും അങ്ങയുടേതാകുന്നുവല്ലോ. ഇന്ന് അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും പൊടിയോളം തിരുമുമ്പാകെ താഴ്ത്തുന്നു പിതാവേ. അവിടുത്തെ കരങ്ങളിലെ ഒരു എളിയ ഉപകരണമായി ഈ സന്ധ്യാസമയത്ത് അടിയനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വതും ഞങ്ങൾക്കായി വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയെ ചോദിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ, പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ. ആമേൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് രാജാവിൻ്റെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നത്. ലംഘനം അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ അകൃത്യം മറച്ചു കിട്ടിയവൻ്റെ, ക്ഷമിച്ചു കിട്ടിയവൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് ഇവിടെ ദാവീദ് രാജാവ് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. ലംഘനം അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ അകൃത്യം മറച്ചു കിട്ടിയവൻ, ക്ഷമിച്ചു കിട്ടിയവൻ ഭാഗ്യവാനാകുന്നു എന്നാണ് തിരുവചനം പ്രസ്താവിക്കുന്നത്. മാനവകുലത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ലോകത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മനുഷ്യരുടെ പാപമാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുകയാണ്. എന്നാൽ ഈ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് മനുഷ്യരെ, മാനവകുലത്തെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം ദൈവം ഒരു രക്ഷാപദ്ധതി, ഒരു വീണ്ടെടുപ്പിൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു രക്ഷാപദ്ധതിയിലൂടെ, ഈ ഒരു വീണ്ടെടുപ്പിൻ പദ്ധതിയിലൂടെ ലോകത്തിലെ മനുഷ്യരെ രക്ഷിപ്പാൻ തക്കവണ്ണം, വീണ്ടെടുപ്പാൻ തക്കവണ്ണം ഒരു രക്ഷകൻ, ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട് എന്നും വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ അറിയിക്കുകയാണ്. ആരാണ് ഈ രക്ഷാപദ്ധതിയിലൂടെ, വീണ്ടെടുപ്പിൻ പദ്ധതിയിലൂടെ നമ്മെ വീണ്ടെടുക്കുന്ന രക്ഷകൻ? അത് മറ്റാരുമല്ല, മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായ അരുമരക്ഷകനായ യേശുക്രിസ്തു എന്ന ദൈവപുത്രനാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു: പാപങ്ങളെ നീക്കുവാൻ അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവിടുന്നിൽ പാപമില്ല.
പാപങ്ങളെ നീക്കുവാൻ അവിടുന്ന്, അതായത് ക്രിസ്തു പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവിടുന്ന്, അതായത് ക്രിസ്തുവിൽ എന്തില്ല? പാപം ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ പാപമില്ലാത്ത ക്രിസ്തുവാണ് പാപത്തിൽ നിന്നും മാനവകുലത്തെ, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നത് രക്ഷകൻ എന്ന് ഈ വചനം വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ ഒരു രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദത്തം പാപം ഈ ഭൂമിയിൽ പ്രവേശിച്ചതായ അതേ ദിവസത്തിൽ തന്നെ നൽകപ്പെട്ടിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് ദൈവം പാമ്പിനോട് അല്ലെങ്കിൽ പിശാചിനോട് അല്ലെങ്കിൽ സാത്താനോട് അരുളി ചെയ്തതായ ഒരു വചനമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ അതേസമയം ഈ ഒരു വചനം മാനവകുലത്തിന്, മനുഷ്യവർഗത്തിന് നൽകപ്പെട്ടതായ ഒരു പ്രത്യാശയുടെ ദൂതാണ്, ഒരു വാഗ്ദത്തമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഒരു വീണ്ടെടുപ്പുകാരനെക്കുറിച്ചുള്ള, ഒരു രക്ഷകനെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്തമാണ് ഈ ഒരു വചനത്തിൽ കൂടെ സ്വർഗത്തിലെ ദൈവം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു രക്ഷാപദ്ധതി എന്ന് പറയുന്നത്, ഈ ഒരു വീണ്ടെടുപ്പിൻ പദ്ധതി എന്ന് പറയുന്നത് പാപം ഈ ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പാപം ഈ ഭൂമിയിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് ദൈവം അത് മാനവകുലത്തിന്, മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തിയത് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പാകെ വരികയാണ്. ഒരു വ്യക്തി പാപം ചെയ്താൽ അവൻ ആരാകുന്നു? അല്ലെങ്കിൽ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവൻ ആരായി മാറുന്നു? ആരാണ് നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അപ്പോൾ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവൻ പിശാചിൻ്റെ മകനായി, അവൻ പിശാചിൻ്റെ സന്തതിയായി മാറുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രസ്താവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവൻ പിശാചിൻ്റെയും പാപത്തിൻ്റെയും അടിമയായി മാറുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നും, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത് എന്നുള്ളത്? അതിനുള്ളതായ ഉത്തരം എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവിടുന്നും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ ആയിരുന്നവരെ, അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഒന്നുകൂടി ആവർത്തിയപ്പാൻ ആഗ്രഹിക്കുന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അപ്പോൾ ക്രൂശിലെ തൻ്റെ മരണത്തിൽ കൂടെയാണ് രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഒരു പാപിയെ രക്ഷിക്കുന്നത് എന്ന് ഇവിടെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലാണ് പിശാചിൻ്റെയും പാപത്തിൻ്റെയും മേൽ ജയോത്സവം കൊണ്ടാടിയത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വീണ്ടെടുപ്പിൻ പദ്ധതിയെ, ഈ രക്ഷാപദ്ധതിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് വിശുദ്ധ മന്ദിരവും അതിൻ്റെ ശുശ്രൂഷകളും, അല്ലെങ്കിൽ സമാഗമന കൂടാരവും അതിൻ്റെ ശുശ്രൂഷകളും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു.
7000 വർഷം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയാണ് രക്ഷാപദ്ധതിയിൽ അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ഉള്ളത് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതായത് പാപം ഈ ഭൂമിയിൽ പ്രവേശിച്ചതായ ആ നിമിഷം തൊട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പിശാചിനെയും അവൻ്റെ ദൂതഗണങ്ങളെയും ലോകത്തിലെ സകല ദുഷ്ടന്മാരെയും എന്നേക്കുമായി നശിപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കുകയും അതേ അഗ്നിയാൽ ഈ ഭൂമിയെ ഇന്നുള്ളതായ ഈ ഭൂമിയെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് ഈ രക്ഷാപദ്ധതി അതിൻ്റെ പൂർണ്ണ സമാപ്തിയിൽ എത്തുന്നത്, അത് പരിപൂർണമാകുന്നത് എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിന് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിന് 3 പ്രധാനപ്പെട്ടതായ ഭാഗങ്ങൾ ഉണ്ട് എന്ന് തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിവയാണ് ആ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് തിരുവെഴുത്തുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഈ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിന്, രക്ഷകനായ യേശു ക്രിസ്തുവിന് ഒരു വേല, ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഉണ്ട് എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ പ്രധാന ഭാഗമായ പ്രാകാരത്തിലെ തൻ്റെ വേല അല്ലെങ്കിൽ ശുശ്രൂഷ തീർപ്പാൻ തക്കവണ്ണം, പൂർത്തീകരിപ്പാൻ തക്കവണ്ണം 4000 വർഷത്തെ സമയമാണ് വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു എടുത്തത് എന്ന് ആത്മാവിൻ്റെ വെളിപ്പാടുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പാപം ഈ ഭൂമിയിൽ പ്രവേശിച്ചതായ ആ നിമിഷം തൊട്ട് AD 31 കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതായ ആ നിമിഷം വരെയുള്ളതാണ് ഈ 4000 വർഷത്തെ സമയം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വെളിപ്പാടുകളിൽ കൂടെ, പ്രത്യേകിച്ച് പ്രവചനാത്മ രേഖകളിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സമാഗമന കൂടാരത്തിലെ രണ്ടാമത്തെ പ്രധാന ഭാഗമായി വിശുദ്ധ സ്ഥലത്തെ തൻ്റെ വേല 1844 കർത്താവ് യേശു ക്രിസ്തു പൂർത്തീകരിച്ചത് എന്നും നമുക്ക് ആത്മാവിൻ്റെ വെളിപ്പാടുകളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. AD 31 മുതൽ 1844 വരെ 1813 വർഷങ്ങൾ എടുത്താണ് വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു വിശുദ്ധ സ്ഥലത്തെ തൻ്റെ വേല പൂർത്തീകരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലമാകുന്ന ആ 3ാമത്തെ ഭാഗത്ത് വേല അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്തെ തൻ്റെ വേല അല്ലെങ്കിൽ ശുശ്രൂഷ കർത്താവ് ആരംഭിച്ചത് 1844 ആണ് എന്ന് വിശുദ്ധ വേദപുസ്തക പ്രവചനവും അതേപോലെ ആത്മാവിൻ്റെ വെളിപ്പാടും ഒരുപോലെ നമ്മോട് സാക്ഷ്യം പറയുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യവും വൻ പോരാട്ടം എന്ന പ്രവചനാത്മ രേഖയിലെ 24-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 പേജുകളും നിങ്ങൾ പരിശോധിച്ച് നോക്കുവാന്നൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 1844 മുതൽ ഈ 2021 വരെ 177 വർഷങ്ങളായി രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് തൻ്റെ വേല ചെയ്ത് തുടർന്നു വരികയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ മഹാപുരോഹിതൻ എന്ന നിലയ്ക്കുള്ള വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിൻ്റെ ആ വേല അത് പൂർത്തീകരിപ്പാൻ, അത് അതിവിശുദ്ധ സ്ഥലത്തുള്ള തൻ്റെ വേല പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഏറ്റവും അവസാന സമയം അടുത്തിരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ നാം കൊണ്ടുവരപ്പെട്ടിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നു. വീണ്ടെടുപ്പിൻ പദ്ധതിയുടെ, രക്ഷാപദ്ധതിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഭാഗത്തും ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സമയത്തിലുമാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. വീണ്ടെടുപ്പിൻ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ പദ്ധതിയുടെ ഈ നിർണായകമായ സമയത്ത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നതായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഏറ്റവും വലിയൊരു അവസരമാണ്, ഏറ്റവും വലിയൊരു പദവിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിവിശുദ്ധ സ്ഥലത്തെ യേശു ക്രിസ്തുവിൻ്റെ വേല അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മഹാപുരോഹിതൻ എന്ന നിലയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നാം അറിയണമെങ്കിൽ വിശുദ്ധ മന്ദിര ശുശ്രൂഷകളെക്കുറിച്ച് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ മനസ്സിലാക്കണമെങ്കിൽ പാപപരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷ എന്ത് എന്നതിനെക്കുറിച്ചും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ
പാപപരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ ചെയ്യുന്നതായ ശുശ്രൂഷയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് ഒരു വർഷം മുഴുവൻ സമാഗമന കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറ്റപ്പെടുന്നതായ പാപത്തെ ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും നീക്കി അസസ്സേലിന് എന്ന് ചീട്ട് വീണതായ കോലാട്ടുകൊറ്റൻ്റെ തലമേൽ ചുമത്തി നശിച്ചു പോകുവാൻ തക്കോണം ആ ആടിനെ മരുഭൂമിയിലേക്ക് അയച്ച് സമാഗമന കൂടാരത്തെ അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തെയും ദൈവജനത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് മഹാപാപ പരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ ചെയ്യുന്നത് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ രക്തം കുറെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ചു തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരു ആളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. പഴയ നിയമകാലത്ത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് വരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നടന്നിരുന്നതായ ആ ശുശ്രൂഷയെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പാപപരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ ചെയ്യുന്നതായ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. പഴയ നിയമകാലത്ത് നടന്നതായ ഈ ശുശ്രൂഷ യഥാർത്ഥമായ സ്വർഗീയ മന്ദിരത്തിലുള്ളതായി വിശുദ്ധ മന്ദിര ശുശ്രൂഷയുടെ നിഴലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലുള്ളതായ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ആ പുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് മായ്ച്ചു കളഞ്ഞ് ആ പാപത്തെ പിശാചിൻ്റെ തലമേൽ ചുമത്തുന്നതായ ഒരു ശുശ്രൂഷയാണ് ഇന്ന് സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ തക്കണം പോകുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം അവിടെ പ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അതായത് സ്ത്രീയുടെ സന്തതിയായ യേശു ക്രിസ്തു സാത്താൻ്റെ തല തകർക്കും എന്നുള്ളതായ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലെ പ്രവചനം, ആ വാഗ്ദത്തം നിറവേറപ്പെടാൻ തക്കണം പോകുന്നു എന്നുള്ളതാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വേലയിൽ നമുക്കും ഒരു വലിയ പങ്ക് നിർവഹിക്കുവാൻ തക്കവണ്ണമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ അറിയിക്കുന്നു, പ്രസ്താവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഈ വേലയിൽ എന്ത് പങ്കാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യുവാനായിട്ടുള്ളത്? അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഈ വേലയിൽ നമ്മുടെ പങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം അല്പം മുമ്പ് മനസ്സിലാക്കുകയുണ്ടായി. പാപത്തെ മനുഷ്യരിൽ നിന്നും വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നീക്കി പിശാചിൻ്റെ തലമേൽ ചുമത്തുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഇന്ന് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പാകെ വരുന്നൊരു ചോദ്യം ഇതാണ്: പാപത്തെ സാത്താൻ്റെ തലമേൽ ചുമത്തണമെങ്കിൽ മഹാപുരോഹിതനായ യേശുവിൻ്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഉണ്ടായിരിക്കണം, നമ്മുടെ പാപങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ നമ്മുടെ പാപങ്ങൾ ഉണ്ടായിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായ ചോദ്യം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ് നാം ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു.
നമ്മുടെ പാപത്തെ പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ആ പാപത്തെ നമ്മിൽ നിന്നും നീക്കി സ്വർഗീയ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നീക്കി അതിനെ പിശാചിൻ്റെ തലമേൽ ചുമത്തുവാൻ തക്കണം സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ പാപങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു വേലയാണ് നാം ചെയ്യേണ്ടത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അല്ലാത്ത പക്ഷം പാപത്തിൻ്റെ ഒരു കണികയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നുണ്ട് എങ്കിൽ പിശാചിനോട് കൂടെ നാമും നശിപ്പിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. കാരണം പാപം നശിപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തിയിലും പിശാചിലും എന്തുണ്ടായിരിക്കും? പാപം ഉണ്ടായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമ്മളിലുള്ളതായ സകല പാപങ്ങളെയും നാം പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടതായ ഒരു സമയത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ. നമ്മളിലുള്ളതായ സകല പാപങ്ങളെയും നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവയെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നാം എങ്ങനെയുള്ളവരായി മാറും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നാം പാപമില്ലാത്തവരായി മാറും എന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. ഇന്ന് വരെയുമുള്ള തലമുറയിലെ ഒരു വ്യക്തിക്കും അത് കഴിഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്നതായ അവസാന തലമുറയിലെ വ്യക്തികൾ ആ ഒരു പ്രവൃത്തി ചെയ്യും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിപ്പിക്കപ്പെടുന്നതായ ആ തലമുറ അല്ലെങ്കിൽ ആ തലമുറയിലെ വ്യക്തികൾ എന്ന് പറയുന്നത്? വെളിപ്പാട് പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും പരാമർശിച്ചിരിക്കുന്ന 144,000 പേരാണ് ആ അവസാന തലമുറയിലെ വ്യക്തികൾ എന്ന് വിശുദ്ധ വേദ പുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ പാപമില്ലാത്ത ഒരു ജീവിതം ഈ 144,000 പേരും നയിക്കും എന്ന് വിശുദ്ധ വേദ പുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ പാപത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പാപത്തെ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞുകൊണ്ട് ഈ 144,000 പേരും ജീവിക്കും എന്ന് വിശുദ്ധ വേദ പുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 144,000 പേരുടെ കൂട്ടത്തിലെ ഒരു ഭാഗമാകുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും അവസരം ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ലോകത്തിലെ അന്ത്യകാല ശേഷിപ്പ് സഭയായ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഈ 144,000 പേരുടെ കൂട്ടത്തിലെ ഒരു ഭാഗമാകുവാൻ തക്കവണ്ണമുള്ള ഒരു ക്ഷണം, ഒരു വിളി സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകി തന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിളി സ്വീകരിക്കുവാൻ, ആ ഒരു ക്ഷണം സ്വീകരിക്കുവാൻ, ആ വിളിയോട് ക്ഷണത്തോട് അനുകൂലമായിട്ട് പ്രതികരിക്കുവാൻ നിൽക്കണം ഞാനും നിങ്ങളും ഒരുക്കമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ചോദ്യം. ഇന്ന് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മുടെ മഹാപുരോഹിതൻ എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ, പ്രത്യേകിച്ച് ആ മഹാപുരോഹിതൻ്റെ വേല പൂർത്തീകരിക്കാൻ പോകുന്നതായ ഈ വേളയിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ തക്കവണ്ണം ഒരു വലിയ വേല ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. എന്താണ് നാം ചെയ്യേണ്ടതായ ആ വേല? എന്താണ് നാം ചെയ്യേണ്ടതായ ആ പ്രവൃത്തി? വൻ പോരാട്ടം എന്ന പ്രവചനാത്മരേഖയിലെ 24-ാം അധ്യായത്തിലെ 483-ാമത്തെ പേജിലെ ചില പ്രസ്താവനകൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൻ പോരാട്ടം 24-ാം അധ്യായം 483-ാമത്തെ പേജിലെ ചില പ്രസ്താവനകൾ ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ എന്നൊക്കെ അഭ്യർത്ഥിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്: സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ ക്രിസ്തുവിൻ്റെ പക്ഷവാത ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ഇടനിലക്കാരൻ ഇല്ലാതെ നിൽക്കേണ്ടി വരും. അവരുടെ അങ്കികൾ കറയും ചുളുക്കവും ഇല്ലാത്തതായിരിക്കണം. ക്രിസ്തുവിൻ്റെ തളിക്കപ്പെട്ട രക്തത്താൽ അവരുടെ സ്വഭാവങ്ങൾ പാപത്തിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിൻ്റെ കൃപയാലും ശുഷ്കാന്തിയോടുകൂടിയുള്ള അവരുടെ പ്രയത്നത്താലും തിന്മയുമായുള്ള പോരാട്ടത്തിൽ അവർ വിജയികളായി തീരണം. സ്വർഗത്തിൽ പരിശോധനാ ന്യായവിധി നടക്കുമ്പോൾ അനുദപിച്ച വിശ്വാസികളുടെ പാപങ്ങൾ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നീക്കം ചെയ്യുമ്പോൾ ഭൂമിയിലുള്ള ദൈവജനത്തിന് ഒരു പ്രത്യേക വേല തീർക്കുവാനുണ്ട്.
ഇത് ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രത്യേക വേലയാണ്. പാപത്തെ പരിപൂർണമായി വിട്ടൊഴിയുക എന്നതാണ് അത്. വെളിപ്പാട് 14 അധ്യായത്തിൽ ഈ പ്രവൃത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഇന്ന് ദൈവമക്കളുടെ പാപങ്ങളെ ആ പുസ്തകങ്ങളിൽ നിന്ന്, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീക്കുന്നതായ ആ ഒരു ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ദൈവമക്കൾ എന്ന നിലയിൽ, ദൈവസഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ നാം ചെയ്യേണ്ടതായ വലിയ വേല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ളതായ സകല പാപങ്ങളെയും പൂർണ്ണമായി ഉപേക്ഷിച്ച്, പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് ആ പാപങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരു രക്തത്താൽ കഴുകപ്പെട്ടവരായി, വിശുദ്ധീകരിക്കപ്പെട്ടവരായി, പാപമില്ലാത്ത ഒരു ജീവിതം നയിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നാം ചെയ്യേണ്ടതായ ഏറ്റവും വലിയ വേല ഇതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. ഇന്ന് കടലും കരയും കടന്ന്, കാടും മലയും താണ്ടി, ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയി എത്ര വലിയ സുവിശേഷ വേല ചെയ്താലും ഈ ഒരു വേല ചെയ്യുവാൻ തക്കണം ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോയാൽ, ഈ ഒരു വേല ചെയ്യുവാൻ തക്കണം ഞാനും നിങ്ങളും തയ്യാറായില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ വാഗ്ദത്ത നാടിൽ പ്രവേശിപ്പാൻ തക്കണം എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ നാളുകളിൽ നാം ചെയ്യേണ്ടതായ യഥാർത്ഥ സുവിശേഷ വേല എന്ന് പറയുന്നത്, ഈ നാളുകളിൽ നാം ചെയ്യേണ്ടതായ ഏറ്റവും വലിയ സുവിശേഷ വേല എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നതാണെന്ന് ദൈവം നമുക്ക് വ്യക്തമാക്കി തരുന്നു. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ ഉദ്ദേശങ്ങളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ വികാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും, നമ്മുടെ സമസ്ത ഭാഗങ്ങളിലും യേശുവിനെ പോലെ ജീവിക്കുക, യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ഈ നാളുകളിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടതായ ഏറ്റവും വലിയ സുവിശേഷ വേല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ആ ഒരു വേല ചെയ്യുവാൻ തക്കോണം ഞാനും നിങ്ങളും ഒരുക്കമാണോ പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തുവിനെ പോലെ പാപമില്ലാത്ത ഒരു ജീവിതം നയിപ്പാൻ തക്കോണം ഞാനും നിങ്ങളും ഒരുക്കമാണോ പ്രിയപ്പെട്ടവരെ? വളരെ വേഗത്തിൽ കർത്താവ് യേശുക്രിസ്തു തൻ്റെ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ അവസാനിപ്പാൻ തക്കോണം സമയമായിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ കർത്താവ് യേശുക്രിസ്തു മഹാപുരോഹിതൻ്റെ വസ്ത്രം ഊരിവെക്കുവാൻ തക്കണം സമയമായിരിക്കുന്നു. ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടുവാൻ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുവാൻ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറയുവാൻ, നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ തക്കണം എനിക്കും നിങ്ങൾക്കും അവസരമുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഏത് നിമിഷത്തിൽ ആ മഹാപുരോഹിതൻ്റെ വേഷം അഴിച്ചു വയ്ക്കുന്നുവോ ആ നിമിഷം മുതൽ എനിക്കും നിങ്ങൾക്കും മാനസാന്തരപ്പെടുവാനോ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനോ തക്കണം സാധിക്കില്ല എന്ന് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. ആകയാൽ കർത്താവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഈ നാളുകളിൽ നാം ചെയ്യേണ്ടതായ ഏറ്റവും വലിയ വേല എന്ന് ദൈവം നമുക്ക് അറിയിച്ചു തരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് ഓരോ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് വിശ്വാസിയും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ചേരുക എന്നുള്ളതാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവെങ്കിൽ, കർത്താവിനോ കാണണമെങ്കിൽ, കർത്താവിനോടൊപ്പം ചേരണമെങ്കിൽ ഞാനും നിങ്ങളും കാത്തിരുന്നാൽ മാത്രം പോരാ, ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കേണ്ടതും ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. എന്നാൽ നാം ചെയ്യേണ്ടതായ ആ ഒരുക്കം എന്ന് പറയുന്നത് നമ്മളിലുള്ളതായ സകല പാപങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട് ക്രിസ്തു തുല്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കുക, ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു വേല ചെയ്യുവാനായി, ആ ഒരു പ്രവൃത്തി ചെയ്യുവാനായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. ആ ഒരു പ്രവർത്തനത്തിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയില്ലാതെ നമുക്കൊരിക്കലും സാധിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. ആയതിനാൽ ഈ അവസാന നാളുകളിൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഗൃഹകാര്യങ്ങളെ ക്രമത്തിലാക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ പരിപൂർണമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, പരിപൂർണമായി ആ പാപത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്,
പാപത്തിൻ്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിപ്പാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നീതിൻ വസ്ത്രത്താൽ ധരിക്കപ്പെട്ടവരായി ഏറ്റവും വിശുദ്ധരായി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ഈ ചെറിയ പ്രബോധനത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എന്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ, പോയപ്പോൾ താൻ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ. ഈ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിനായ പിതാവേ, പരിശുദ്ധനായ ദൈവമേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം ഞങ്ങൾക്കായി അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു വേർതിരിച്ചതായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ സന്ധ്യാരാധനയായി ദൈവസന്നിധിയിലായിരിപ്പാന്ന കോണം അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ മഹാഭാഗ്യത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ആരാധന നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലിരിക്കുന്ന ഒരു അനുഭവം അടിയങ്ങൾക്ക് ദാനമായി തന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ലോകത്തിലേക്ക് ഞങ്ങൾ കണ്ണോടിക്കുമ്പോൾ, ഈ ലോകത്തിലെ സംഭവങ്ങളൊക്കെയും ഞങ്ങൾ കാണുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഗൃഹകാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ, ഞങ്ങളുടെ ഗൃഹകാര്യങ്ങളെ ക്രമത്തിലാക്കാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു സന്ദേശം നൽകി അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു മഹാപുരോഹിതനായി ഇന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളിൽ നിന്ന് നീക്കി പിശാചിൻ്റെ തലമേൽ ചുമത്തുന്ന ആ വലിയ ശുശ്രൂഷ കർത്താവ് യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കളെന്ന നിലയിൽ ഞങ്ങളുടെ പാപങ്ങളെ എല്ലാം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ഒരു വലിയ വേലയാണ് ഈ നാളുകളിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കൃപയുടെ കാലം അവസാനിക്കാൻ സമയമായിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു തൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ അവസാനിപ്പിക്കാൻ തക്കണ സമയമായിരിക്കുന്നത് കൊണ്ട് ഇനി ഞങ്ങൾക്ക് സമയം പാഴാക്കി കളയാനില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ ഓരോ പാപവും, എല്ലാ പാപവും അത് പരിപൂർണ്ണ
പരിപൂർണമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടതായ ഏറ്റവും വലിയ വേല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളിൽ, ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ, ഞങ്ങളുടെ വികാരങ്ങളിൽ, ഞങ്ങളുടെ മനോഭാവങ്ങളിൽ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളിൽ ഒക്കെയും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സുവിശേഷ വേല എന്ന് അടിയങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നുവരെയും ജീവിച്ചതായ ഒരു തലമുറയിലെയും ഒരു വ്യക്തിക്കും അത് പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ തക്കണം സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ജീവനോടെ കാണപ്പെടുന്നതായ 144,000 പേർ എന്ന ആ വിശുദ്ധ കൂട്ടം അപ്രകാരം ജീവിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമാകുവാൻ തക്കണം കർത്താവ് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നല്ലോ. കർത്താവെ നന്ദി, പിതാവേ നന്ദി. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് യേശുവിനെ പോലെ ജീവിച്ച് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതായ ആ വചനം അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങൾക്കായി വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏറ്റവും താഴ്മയും ചുരുക്കവുമായിട്ട് അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സകല ബുദ്ധിയെയും കവിഞ്ഞ പിതാവായ ദൈവത്തിൻ്റെ ദിവ്യമായ സ്നേഹവും സന്തോഷവും സമാധാനവും അരുമരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വൻ കൃപയും സകല സത്യത്തിലേക്കും ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മയും അടിയങ്ങളോടും അടിയങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രാർത്ഥനയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളിന്മേലും ഇന്നു മുതൽ കാലാവസാനം കൂടാതെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നു കൊള്ളുന്നു. ക്രിസ്തുയേശുവിൽ സമാധാനമായിട്ട് ഉറങ്ങുവാനും ശബദ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് വീണ്ടും ദൈവസന്നിധിയിലേക്ക് ആരാധനയായി കടന്നു വരാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.